ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഹോം മെയ്ഡ് പിസ്സ സോസ് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 വലിയ നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം വേണേ. പിന്നെ 10 വെളുത്തുള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇറ്റാലിയൻ ഹെർബ്സ്, അതായത് പിസ്സ പാസ്ത ഹെർബ്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഒറിഗാനോ, ബേസിൽ ഇതെല്ലാം കൂടെയുള്ള മിക്സ് വാങ്ങാൻ കിട്ടും. അല്ലെ സെപ്പറേറ്റ് വാങ്ങി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാലും മതി. പിന്നെ 3 ഡ്രൈ റെഡ് ചില്ലി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമുക്കിതിന് ഒലിവ് ഓയിൽ വേണം 3 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഈ തക്കാളി എല്ലാം എടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒരു ക്രോസ് ഇടണം. ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. ഈ തക്കാളിയുടെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ റെഡ് ചില്ലി ഇല്ലേ, അതും ഇടണം. അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇത് എടുത്ത് നമ്മുടെ നോർമൽ വെള്ളമില്ലേ, നോർമൽ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഈ തക്കാളി ഇട്ട് വയ്ക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തൊലിയെല്ലാം നന്നായിട്ട് വേഗം നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് തക്കാളിയുടെ. ഇപ്പം നിങ്ങൾക്ക് ഡ്രൈ റെഡ് ചില്ലി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി എടുക്കാം. ഇതുപോലെ ഞാൻ തൊലിയെല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയിൽ അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തല്ലേ പേസ്റ്റ് പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ക്രഷ് പോലെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതുപോലെ എടുക്കാം. ചെറിയ പീസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ചോപ്പറിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ഡ്രൈ റെഡ് ചില്ലിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് പേസ്റ്റ് ആവണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തത് കേട്ടോ. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റണം. കുറേ നേരം വഴറ്റരുത്, അത് പിന്നെ ഒരു കയ്പ്പ് രസം വരും. പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അത് ഇട്ടിട്ട് ഇളക്കുക. സവാള ഒത്തിരി അങ്ങ് വഴലണ്ട, അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ആവില്ലേ, ഇതുപോലെ കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ലേ, തക്കാളിയും ചില്ലിയും കൂടെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ തക്കാളി അടിക്കുമ്പോൾ തന്നെ നല്ല വെള്ളം കാണും ഇതിൽ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇറ്റാലിയൻ ഹെർബ്സ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഡ്രൈ റെഡ് ചില്ലി ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം എണ്ണ ചൂടാക്കില്ലേ, എണ്ണ ചൂടാക്കുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇടുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ്, പഞ്ചസാര, ടൊമാറ്റോ കെച്ചപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇത് ഓപ്ഷണലാണ്. കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൽ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം പറ്റണം. വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് പിസ്സ സോസ് റെഡി.